അതുകൊണ്ട് തൗഹീദിൻ്റെ വിശദീകരണം, ബഹുദൈവ ആരാധനയുടെ വിശദീകരണം അറിയണം. കാരണം ജനങ്ങൾ തൗഹീദ് വിശദീകരിക്കുമ്പോൾ അതിൻ്റെ ശരിയായ വിശദീകരണമല്ല നൽകുന്നത്. അവർ ബഹുദൈവാരാധന വിശദീകരിക്കുമ്പം അതിൻ്റെ ശരിയായ വിശദീകരണമല്ല നൽകുന്നത്. കാരണം ജനങ്ങളിലുണ്ട്, അവർ പറയുന്നു ബഹുദൈവ ആരാധന എന്നാൽ ഭരണാധികാരിയിൽ പങ്കുചേർക്കലാണ് എന്ന്. നിർഭാഗ്യവശാൽ ഇതിന്ന് കാണുന്നതാണ് നമ്മൾ. അള്ളാഹു അല്ലാത്തവരുടെ നിയമങ്ങൾ കൊണ്ട് വിധിക്കുക എന്നത് ഒരു തരം ബഹുദൈവാരാധനയാണ്. അതിന് ഷിർക്കത്ത, അനുസരണത്തിൻ്റെ ഷിർക്ക് എന്നാണ് പറയപ്പെടുന്നത്. സംശയമില്ല, സൃഷ്ടിയെ അനുസരിക്കുന്നതിൽ നിന്ന് അവൻ അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാക്കുകയും അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കുകയും ചെയ്താൽ അതൊരു തരം ബഹുദൈവ ആരാധനയാണ്. എന്നാൽ ഏറ്റവും വലുത് അള്ളാഹുവിൻ്റെ കൂടെ ആരാധനയിൽ പങ്കുചേർക്കലാണ്. അറവിലും ശബദത്തിലും തവാഫ് ചെയ്യലിലും മോശം തേടുന്നതിലും. അതുകൊണ്ട് നിർബന്ധമാണ് ഈ എല്ലാ ബഹുദൈവാരാധനയുടെ ഇനങ്ങളെക്കുറിച്ചും സൂക്ഷിക്കൽ, അതിലൊന്നും വീഴാതിരിക്കാൻ. അവൻ ഏറ്റവും വലുതും ഏറ്റവും അപകടകരമായതും അതിനെ ഒഴിവാക്കുകയും വേണം, വെടിയുകയും വേണം. അതുകൊണ്ട് ബഹുദൈവാരാധന അതിനെ വിശദീകരിക്കേണ്ടത് ഭരണാധികാരി പങ്കുചേർക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഷിർക്ക് മാത്രമല്ല. അവർ പറയുന്നു ഖബറിലെ ഷിർക്ക് അത് നിസ്സാരമായ ഒരു ബഹുദൈവാരാധനയാണ് എന്ന്. ഇത് അള്ളാഹ്ക്കെതിരെ ഉള്ളൊരു വലിയ കുറ്റമാണ്. ബഹുദൈവാരാധനയാണ് അള്ളാഹ് നിരോധിച്ചതിൽ ഏറ്റവും വലുത്. അത് അള്ളാഹ്ക്ക് പുറമെ ആരാധനയിൽ വിളിക്കലാണ്, മറ്റുള്ളവരെ വിളിക്കലാണ്. ഇതാണ് ബഹുദൈവാരാധന.